ഇത് മഞ്ഞപ്പുറ മാസ് മോട്ടോഴ്സിനായിരുന്നു. നമ്മുടെ ഹീറോ ഹോണ്ട പാഷൻ പ്ലസ് വണ്ടി നമ്മളത് വർക്കിന് കയറ്റിയിട്ടുണ്ട്. അതിൻ്റെ കംപ്ലയിൻറ്റ്സ് പറഞ്ഞു കഴിഞ്ഞാൽ ഓവർഫ്ലോൻ്റെ ഒരു കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട്, അതുപോലെ ഫ്രണ്ട് ഇടിക്കുന്ന ഒരു കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട്, പിന്നെ വണ്ടി സ്റ്റാർട്ടിങ്ങിൽ ഒരു കരിയ സ്മെല്ല്, പിന്നെ ഹാൻഡിൽ ചെറിയൊരു ബെൻറ്റിൻ്റെ ഒരു കംപ്ലയിൻ്റ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ഓവർഫ്ലോൻ്റെ കംപ്ലയിൻറ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ അതിൻ്റെ കാർബറേറ്ററൊക്കെ ഒന്ന് അയച്ചിരുന്നു. അപ്പോൾ ശരിക്കും ഓവർഫ്ലോ കംപ്ലയിൻറ്റ് കാണിക്കുന്നത് കാർബറേറ്ററിൻ്റെ കംപ്ലയിൻ്റ് ആണ് കേട്ടോ. കാർബറേറ്ററിൻ്റെ പഴക്കമാണ് കംപ്ലയിൻറ്റ് കാണിക്കുന്നത്. വണ്ടി വന്നപ്പോഴുള്ള കാർബറേറ്ററാണ്. ഇപ്പോൾ നമുക്ക് തൽക്കാലം ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കാം. വീണ്ടും റിപ്പീറ്റ് ആ കംപ്ലയിൻറ്റ് കാണിക്കാതിരിക്കാൻ കാർബറേറ്റർ മാറ്റി കളയും മാർഗുള്ളൂ. അതുപോലെ ഈ ഫോട്ടോ വാൾ വരുന്ന ഈ ഭാഗത്തൊക്കെയുള്ള തേയ്മാനത്തിൻ്റെ ഒരു കംപ്ലയിൻ്റാണ് ആ ഓവർഫ്ലോ കാണിക്കുന്നത്. അല്ലാതെ നമുക്ക് തൽക്കാലം ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കാം. ക്ലീൻ ചെയ്ത് നോക്കിയിട്ട് വീണ്ടും റിപ്പീറ്റ് കംപ്ലയിൻറ്റ് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ കാർബറേറ്റർ അസംബ്ലി മാറ്റി കളയേണ്ടി വരും. പിന്നെ ഫ്രണ്ട് ഒരു ഇടിക്കുന്ന ഒരു കംപ്ലയിൻറ്റ് പറഞ്ഞിരുന്നു. അതിലൂടെ ഓടിച്ച് നോക്കി കഴിഞ്ഞപ്പോൾ ഒരു കംപ്ലയിൻറ്റ് കിട്ടിയത് ഇവിടെ തന്നെ ഈ വൈസറിൻ്റെ ഇവിടെ വരുന്ന ഒരു ഹെഡ്ലൈറ്റിൻ്റെ ഈ ഒരു ബ്രാക്കറ്റ് വരുന്നുണ്ട്. ഈ ഒരു ബ്രാക്കറ്റ് വരും, ഇവിടെ തന്നെ 2 ബൂട്ട് വരുന്നുണ്ട്. അതിൻ്റെ ഒരു ഇടിക്കുന്ന സൗണ്ട് ഉണ്ട്. അല്ലാതെ ഓടിച്ച് നോക്കി കഴിഞ്ഞപ്പോൾ ഗട്ടർ ചാടുമ്പോൾ വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല. പിന്നെ അതിൻ്റെ ഹാൻഡിലിൻ്റെ ബെൻഡായാലും ചെറിയൊരു ബെൻഡേ കാണിക്കുന്നുള്ളൂ. നമുക്ക് ഓടിക്കുമ്പോൾ അങ്ങനെ ഫീൽ ചെയ്യണമൊന്നുമില്ല. ഇതിന് വേണ്ടി ഇപ്പോൾ ഹാൻഡിൽ ബാർ മാറ്റണമെന്നില്ല. അല്ലാതെ വേറെ കംപ്ലയിൻ്റ് ഒന്നും കാണിക്കുന്നില്ല. പിന്നെ നമ്മളതിൻ്റെ പ്ലഗ് ഇടയ്ക്കൊരു സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് പറഞ്ഞിരുന്നു. അപ്പോൾ പ്ലഗ്ഗൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പ്ലഗ് നിലവിൽ വേറെ കുഴപ്പമൊന്നുമില്ല. പ്ലഗ് നമുക്കൊന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി. അതുപോലെ കാർബറേറ്റർ ഒന്ന് ഫുള്ളായിട്ട് ക്ലീൻ ചെയ്യാം. പിന്നെ വണ്ടി സ്റ്റാർട്ടിങ്ങിൽ ഒരു കരിഞ്ഞ സ്മെല്ലൊക്കെ പറഞ്ഞു. നമുക്ക് ഓയിൽ കയറി കത്തുന്ന ഒരു കംപ്ലയിൻറ്റ് കാണിക്കുന്നുണ്ട്. സൈലൻസറിൽ അത്യാവശ്യം കാർബണിൻ്റെ കരിയുടെ അളവ് കൂടുതലാണ് സൈലൻസറിൻ്റെ. അതുപോലെ ഓയിലൊന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഓയിലും ലെവല് കുറവാണ്. ഓയിലും ലെവല് കുറവാണ്. നമുക്ക് ശരിക്കും കൃത്യമായിട്ട് നമുക്ക് ഓയിൽ കുറയുന്ന കംപ്ലയിൻറ്റ് അറിയണമെങ്കിൽ നമുക്ക് ഒന്നില്ലെങ്കിൽ ഒരു 1000 കിലോമീറ്റർ കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു മാസം കഴിയുമ്പോൾ ഒന്ന് ഓയിലൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് കുറയുന്നുണ്ടെങ്കിൽ അത് കംപ്ലയിൻ്റാണ്. അതിൻ്റെ ഒരു എഞ്ചിൻ സ്മെല്ലാണ് കാണിക്കുന്നത്. അല്ലാതെ പിന്നെ ചെറിയൊരു സ്മെല്ല് കാണിക്കുന്നത് പിന്നെ പുതിയ പെയിൻറ്റിങ് അടിച്ചതിൻ്റെ ഒരു കാണിക്കുന്നുണ്ട്. മെയിനായിട്ട് കംപ്ലയിൻറ്റ് നോക്കുമ്പോൾ ആ ഓയിൽ കയറി കത്തുന്നതിൻ്റെ ഒരു കാര്യമാണ് കാണിക്കുന്നത് കേട്ടോ. വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ ടാങ്കിൻ്റെ നിലയിൽ വേറെ വയറൊന്നും വിട്ട് കിടക്കുന്നില്ല. കറക്റ്റായിട്ടുള്ള വയറുകളെ കിടക്കുന്നില്ല. നിലവിൽ വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല. ഓക്കെ, കഴിഞ്ഞപ്പോൾ നിലവിൽ വരുന്ന വർക്കുണ്ട്. കാർബറേറ്റർ ക്ലീനിങ് അല്പം ഓയിൽ കുറവുണ്ട്. അത് നോക്കിയിട്ടുള്ള ആവശ്യമുള്ള ഓയിൽ ഒഴിക്കുക. ഇതൊക്കെയുള്ള ഒരു എസ്റ്റിമേറ്റ് പറയാം. നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്താൽ മതി കേട്ടോ. ഓക്കെ.